സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്ത് മതേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ശിവരാത്രിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ശിവരാത്രി എന്തിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നത്, എന്താണ് ആ ശിവരാത്രിയുടെ രഹസ്യം എന്നൊക്കെ എല്ലാവർക്കും ഭംഗിയായിട്ട് അറിയാം. എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ കാളകൂട വിഷം ഭൂമിയിലേൽക്കാതെ ഭഗവാൻ തൻ്റെ കൈകളിൽ സ്വീകരിക്കുകയും അത് പാനം ചെയ്യുകയും അത് താഴേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ പാർവതീദേവി ഭഗവാന്റെ കഴുത്തിന് പിടിച്ചു നിർത്തുകയും ചെയ്തു. അങ്ങനെ ആ ഭഗവാൻ നീലകണ്ഠൻ എന്നുള്ള പേരുണ്ടാവുകയും എല്ലാ ഈശ്വരന്മാരും എല്ലാവരും അന്നേ ദിവസം ഭഗവാന്റെ ആ ആരോഗ്യത്തിനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നാമജപാദികളോടെ ഇരുന്ന ദിവസമാണ് ശിവരാത്രി എന്നൊക്കെ എല്ലാവരും കേട്ടു. ഈ ശിവരാത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ വെച്ചാൽ അന്ന് പ്രദോഷം കൂടി വരികയാണ്. ഈ പ്രദോഷ ദിവസം, പ്രദോഷ സമയത്ത് ഭഗവാൻ ദേവിയെ സന്തോഷിപ്പിക്കാനായിട്ട് ആനന്ദ നൃത്തമാടി. ആ സമയത്ത് എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആനന്ദ നൃത്തം ചെയ്ത ഒരു സമയം കൂടിയാണ്. അപ്പോൾ പത്നിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഭഗവാൻ ചെയ്ത ആനന്ദ നൃത്തമാടിയ പ്രദോഷ ദിവസം, അതുപോലെ തന്നെ തൻ്റെ പതിയുടെ രക്ഷയ്ക്കായിട്ട് ദേവി ഉറക്കമുളച്ച് നാമജപാദികളോടെ ഇരുന്ന ദിവസം. പാർവതീദേവിയെക്കുറിച്ച് നമുക്കറിയാം. തൻ്റെ ഭർത്താവായിട്ട് മഹാദേവനെ ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ത്യാഗം സഹിച്ച് ദേവി അങ്ങനെയാണ് മഹാദേവനെ ഭർത്താവായിട്ട് ലഭിച്ചത്. ആ കഥകളൊക്കെ നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞു വന്നത് വേറൊന്നല്ല, ഇന്നത്തെ ദിവസത്തിന് സ്ത്രീ പുരുഷന്മാർ ഒരേപോലെ ജപിക്കുകയും വ്രതമെടുക്കുകയും ചെയ്യേണ്ട അത്രയും മഹത്തായ ഒരു ദിവസമാണ് ഈ ശിവരാത്രി. പ്രദോഷവും ശിവരാത്രിയും ഒന്നിച്ചു വരുന്ന ഒരു അപൂർവ സമയം കൂടിയാണ്. അപ്പോൾ ഈ ദിവസം പ്രത്യേകിച്ച് നമഃശിവായ ജപിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബ സമാധാനത്തിനും കുടുംബത്തിൽ ഐക്യമുണ്ടാകാനും പരസ്പര സഹകരണത്തിനുമൊക്കെ ജപിക്കേണ്ട ഒരു മന്ത്രം കൂടി എന്ന് പറയുകയാണ്. ഒരു കുടുംബത്തിൽ പരസ്പരം ആശയവിനിമയവും പരസ്പരം സഹകരണവും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അങ്ങനെ ആ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഇന്ന് ജപിക്കേണ്ട ഉത്തമമായ ഒരു മന്ത്രമാണ് ഇന്ന് പറയുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു 21 പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഉമാമഹേശ്വര മന്ത്രമാണ്. നെയ്വിളക്കി വച്ച് ശുദ്ധമായി സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് ജപിക്കേണ്ട മന്ത്രം കൂടിയാണ്. കുടുംബ ഐക്യത്തിനും ആ ഐക്യത്തിലൂടെ സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ദിവസവും ജപിക്കാം. എല്ലാവരും ഈ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം ഇന്ന് ദിവസം ജപിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇന്ന് പറയണത്. ആ മന്ത്രം ഇപ്രകാരമാണ്: ഓം നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വവുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ഓം നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വവുർധരാഭ്യാം നാഗേന്ദ്രകന്യ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ഓം നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. സമൂഹമായിട്ട് അർച്ചന നടത്തുന്നവരും ഒക്കെ സ്ത്രീ പുരുഷന്മാർ പ്രത്യേകം എല്ലാവരും ചേർന്നിരുന്ന് ഈ മന്ത്രം പ്രത്യേകം ജപിക്കണം. കുടുംബൈക്യത്തിനും സമാധാനത്തിനും ഒക്കെ സർവൈശ്വര്യത്തിനും വേണ്ടി ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നേക്ക് നമ്മൾ சொல்ல போகிறது இன்னைக்கு சிவராத்திரி. இந்த சிவராத்திரிக்கு பெரிய ஒரு ஸ்பெஷல் என்ன கேட்டால் இன்றைக்கி பிரதோஷம் கூடி வருது. பிரதோஷத்துக்கு நமக்கு தெரியும் பகவான் பார்வதி தேவிக்கு சந்தோஷம் வர்றதுக்கு ஆனந்த நிறுத்தம் செஞ்ச தினம் இந்த பிரதோஷ டைம் தெரியும். அதே மாதிரி தൻ്റെ
തൻ്റെ പതിയെ തൻ്റെ കണവനെ பார்க்கறதுக்கு തൻ്റെ ഹസ്ബൻഡുக்கு லைஃப் நல்லபடியாக இருக்கிறதுக்கு பார்வதி தேவி இன்னைக்கு தான் விரதம் எடுத்து இருந்து நாம ஜபம் பண்ணி அந்த காலகூட விஷம் கீழே போகாமல் அந்த കഴുത്തുക്ക് പിടിച്ച് നിർപ്പാട്ടി ഭഗവാൻ അപ്പടി നീലകണ്ഠനായ ദിനം, നീലകണ്ഠൻ എന്ന പേര് കിടച്ച ദിനം. അപ്പോൾ ശിവരാത്രി, അപ്പോൾ ശിവരാത്രിയും പ്രദോഷവും ഒന്നാവുന്ന ദിനം വളരെ സ്പെഷ്യലാണ് ഒരു ദിനം. പുരുഷനുക്കും പൊണ്ടാട്ടിക്കും, പുരുഷനുക്കും അവരുടെ വീട്ടുകാർക്കും நல்லபடி வர்றதுக்கும் அந்த குடும்பத்துக்கு ஐக்கியம் உண்டாகிறதுக்கும் எல்லாமே இன்றைக்கி இந்த சிவராத்திரி விரதம் எடுக்கிறதுக்கு முக்கியமான ஒன்று. அப்போ இன்றைக்கி சொல்ல வேண்டிய ஒரு மந்திரம் கூடி ஓம் நம சிவாய ஜபம் பண்ணணும். ஸ்திரீயும் புருஷனும் ஸ்திரீயும் சேர்ந்து, புருஷனும் ஹஸ்பண்டும் ஒய்ஃபும் சேர்ந்து எடுக்க வேண்டிய விரதம், ஹஸ்பண்டும் ஒய்ஃபும் சேர்ந்து சொல்ல வேண்டிய மந்திரம் இப்படி தான். அந்த மந்திரம் இன்றைக்கி இந்த கண்டிப்பாக 21 வாட்டி இன்றைக்கி ஜபம் பண்ணுறோம். எந்த நாளும் இந்த மந்திரம் ஜபம் பண்ணலாம், ஆனால் இன்றைக்கி ஸ்பெஷலாக இந்த மந்திரம் ஜபம் பண்ணணும். அந்த மந்திரம் இப்படி தான். ஓம் நம சிவாபியாம் நவ யௌவனாபியாம் பரஸ்பராஸ்லிஷ்ட வவுர்தராபியாம் நாகேந்திர கன்யா விருஷகேதனாபியாம் நமோ நம சங்கர பார்வதிபியாம். இந்த மந்திரம் 21 வாட்டி ஜபம் பண்ணுங்க. அந்த குடும்பத்துக்கு ஐக்கியம் உண்டாகிறதுக்கும் சந்தோஷம் வர்றதுக்கும் सर्व ऐश्वर्यத்துக்கும் இந்த मंत्रम ரொம்ப मुख्यम था. आज हम बात करते हैं, शिवरात्रि भी आता है, शिवरात्रि के दिन में प्रदोषम भी आता है. वो प्रदोष व्रत, वो शिवरात्रि व्रत एक दिन में आता है. ये दोनों बहुत महत्वपूर्ण है. ओके, क्योंकि पति और पत्नी को ये व्रत मुख्य है. प्रदोष का व्रत में भगवान पार्वती देवी के संतोष खुशी आने के लिए नृत्य किया है. सभी देवताओं को सानिध्य है और टाइम में भी होता है. और शिवरात्रि कैसे आता है? शिवरात्रि दिन में पार्वती देवी ने उसका पति का, भगवान का अच्छा तंदुरुस्ती के लिए, दोष सब निकालने के लिए प्रार्थना कर दिया दिन है. वो टाइम में सभी देवताओं को सानिध्य भी उतर दिया था. इसलिए पति और पत्नी को ये दिन में बहुत बड़ा प्राधान्य है. इसलिए कुटुंब समाधान के लिए, कुटुंब में ऐक्य आने के लिए, कुटुंब में ऐश्वर्य आने के लिए, परिवार में ऐश्वर्य आने के लिए, परिवार में समाधान के लिए आज का दिन बहुत मुख्य स्थान है. ये आज हम ये बोलते हैं, ये मंत्र डेली जपम करते हैं, स्पेशली शिवरात्रि में जपम करने. ये मंत्र ऐसा है. और पार्वती देवी और महादेव का मंत्र उमा महेश्वर मंत्र है, स्तोत्र है. ये मंत्र 21 टाइम में एक नैदीप जलाकर जपम कीजिए. कुटुंब परिवार का समाधान के लिए, ऐश्वर्य के लिए ये मंत्र जपम कीजिए. ये मंत्र ऐसा है. ओम नमः शिवाभ्याम नव यौवनाभ्याम परस्पराश्लिष्ट वबुर्धराभ्याम नाकेन्द्रकन्या वृषकेदनाभ्याम नमो नमः शंकर पार्वतीभ्याम. ये मंत्र डेली जपम करने के अच्छा है. स्पेशली फॉर शिवरात्रि के दिन में भी ये मंत्र जपम कीजिए. आपका परिवार में ऐश्वर्य आने के लिए, समाधान के लिए ये मंत्र जपम कीजिए.